ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ. ഇന്ന് 18-ാം തീയതിയത്തെ വീഡിയോ ഇത് കേട്ടോ. അപ്പം തുലാമാസം 1-ാം തീയതിയാണ്. അപ്പോൾ ഞാൻ ഓർത്ത് രാവിലെ അമ്പലത്തിൽ പോകാമെന്ന്. നമ്മുടെ വീടിനടുത്ത് തന്നെ ഒരു ശ്രീനാരായണ ക്ഷേത്രമുണ്ട് കുടമുക്കിൽ. ഞാൻ ഇതിന് മുമ്പ് എൻ്റെ ഷോർട്ട് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ ഈ അമ്പലം. ഇത് മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രമാണ്. അപ്പോൾ വീടിനടുത്ത് തന്നെയാണ്. അപ്പോൾ പോയി അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഒരു ശിവക്ഷേത്രമുണ്ട്, കൈലാസനാഥ ക്ഷേത്രം എന്നും പറഞ്ഞിട്ട്. അപ്പോൾ അവിടെയും പോയി വേഗം തൊഴുതിറങ്ങി വീട്ടിൽ വന്നു. നൂഡിൽസാണ് ഞാൻ ഉണ്ടാക്കിയത് രാവിലെ. എളുപ്പത്തിന് വേണ്ടി ഉണ്ടാക്കിയതാണ് നൂഡിൽസ്. കാടമുട്ട ഫ്രൈയും ആക്കി. നൂഡിൽസും കാടമുട്ട ഫ്രൈ ഇത് കഴിച്ചിട്ട് എനിക്ക് പഞ്ചായത്തിൽ വരെ പോകാനുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനിത് വേഗത്തിൽ കഴിച്ച് തീർക്കുവാണേ. 11 മണിയാകുമ്പോഴത്തേക്കിന് പഞ്ചായത്തിലെത്തണം. വെച്ചാൽ ഞങ്ങളുടെ കുടുംബശ്രീയുടെ ഒരു അഫിലിയേഷൻ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാനുണ്ട്. അതുകൂടാതെ ഓക്സിലറി എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? 18-നും 40-നും മധ്യ പ്രായമുള്ള യുവതികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് ഈ ഓക്സിലറി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓക്സിലറി ഗ്രൂപ്പിൻ്റെ ഒരു സംഗമം ഉണ്ടായിരുന്നു പഞ്ചായത്തിൽ വെച്ചിട്ട്. അപ്പോൾ കുടുംബശ്രീയിലെ ഓരോ അംഗങ്ങളെങ്കിലും പങ്കെടുക്കണമെന്നായിരുന്നു. അപ്പോൾ ഞാനതിന് പോയി കേട്ടോ. ഒരുപാട് പേരുണ്ടായിരുന്നേ, ഒരുപാട് കുടുംബശ്രീയിൽ നിന്നുള്ള ആൾക്കാർ, പിന്നെ ഈ പറഞ്ഞ യുവതികളും ഉണ്ടായിരുന്നു, അവരുടെ കലാപരിപാടികളും മറ്റും. പിന്നെ ഓക്സിലറി ഗ്രൂപ്പിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അങ്ങനെയൊക്കെ കുറേ അവർ പറഞ്ഞു തന്നു കേട്ടോ. അങ്ങനെ അമ്പലത്തിൽ പോയിട്ട് തിരിച്ച് വന്ന വഴിക്ക് ഞാൻ കപ്പ വാങ്ങിയേ. ഇവിടെ അമ്മയ്ക്ക് കപ്പ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് വേവിക്കുന്നതാണ് ഇഷ്ടം, അമ്മയ്ക്ക് പുഴുങ്ങുന്നതും. അപ്പോൾ ഞാൻ ഓർത്തതിൽ 2-3 കഷ്ണം എടുത്തിട്ട് വേവിക്കാനും വയ്ക്കാം, ബാക്കി എടുത്ത് പുഴുങ്ങാനും വയ്ക്കാമെന്ന് വിചാരിച്ചു. അത് രണ്ടും രണ്ടടപ്പയിലാക്കി കുക്കറിൽ വെച്ചതിന് ശേഷം പിന്നെ ഞാൻ അതിലേക്കുള്ള അരപ്പും കാര്യങ്ങളൊക്കെ തയ്യാറാക്കുവാണ്. ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ, ഇന്നലെ പറമ്പിലെല്ലാം പണിയും കാര്യങ്ങളുമൊക്കെ ആയതുകൊണ്ട് എൻ്റെ കൈക്കൊക്കെ ഭയങ്കര വേദനയാണ്. അപ്പോൾ ഇന്ന് അതുകൊണ്ട് പ്രത്യേകിച്ച് പരിപാടിക്കൊന്നും ഞാൻ നിന്നില്ല. അപ്പോൾ അമ്മയ്ക്ക് വയ്യാത്തതുകൊണ്ട് അമ്മ എണ്ണീറ്റ് എൻ്റെ അടുത്തേക്കൊക്കെ വന്നിട്ട് പിന്നെ അമ്മ പോയി കസേര ഇരിക്കുക. അപ്പം ഞാൻ അമ്മയോട് ഓരോന്നിങ്ങനെ വർത്താനം പറയുക. ഞാൻ ഈ കാണിക്കുന്ന കുമ്പളങ്ങ കേട്ടോ, എൻ്റെ പറമ്പിലുണ്ടായതാണേ. ഒരു റംബുട്ടാൻ്റെ മരം നിൽപ്പുണ്ടായിരുന്നു, അതിൻ്റെ മേലെ കുറേ കുമ്പളങ്ങ നിന്ന് ഞാൻ കണ്ടില്ല. അപ്പുറത്തെ വീട്ടിലെ ചേച്ചി വന്നപ്പം ചേച്ചിയാണ് എനിക്ക് കൊണ്ട് പറഞ്ഞത് കുമ്പളങ്ങയാണ് നിൽക്കുന്നത്. പിന്നെ അത് പറിച്ചിട്ട് ഞാൻ തോരൻ വെച്ചാണ്. കുമ്പളങ്ങ തോരൻ നിങ്ങൾ കൂട്ടിയിട്ടുണ്ടോ? നല്ല ടേസ്റ്റാണ് കേട്ടോ. അത് ഉപ്പൊക്കെ ഒഴിച്ച് അരിഞ്ഞിട്ട് ഉപ്പൊഴിച്ച് കുറേ നേരം വെച്ചിട്ട് അത് പിഴിഞ്ഞെടുക്കണം. എന്നിട്ട് പിന്നെ നമ്മൾ സാധാ കറുമൂസയൊക്കെ ഉപ്പേരി വയ്ക്കും പോലെ തന്നെ വെച്ചാൽ മതി കേട്ടോ. നല്ല ടേസ്റ്റാണ്. പക്ഷേ എനിക്കിഷ്ടമാണ് കുമ്പളങ്ങയൊക്കെ തോരൻ വയ്ക്കുന്നത്. അങ്ങനെ കപ്പയുടെ അരപ്പും കാര്യങ്ങളും എല്ലാം റെഡിയാക്കി ഞാൻ അമ്മയോട് വന്ന് ചോദിക്കുന്നത്, അമ്മ എന്താ ഇങ്ങനെ ഇരിക്കുന്നത്? വയ്യാഞ്ഞിട്ടിരിക്കുന്നതാണ്. മണിക്കുട്ടിയോടും വർത്താനമൊക്കെ പറഞ്ഞ് അമ്മ എങ്ങനെ ഇരിക്കുന്നതാണ്. അപ്പോൾ മാള് വന്നതിൽ അവിടെ ബുക്ക് ഷെൽഫെല്ലാം ആകെ കുളമായി കിടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതെടുക്കാനും പെറുക്കാനും ഒക്കെയുള്ള പരിപാടിയിലേക്കാണ് മാള് നോക്കുന്നത്. ഞാൻ വേഗം അടുക്കള പരിപാടിയൊക്കെ തീർത്തിട്ട് വന്ന് കുറച്ച് സമയം ഇരിക്കാം എന്നൊക്കെ കരുതി അങ്ങനെ അത് അടുക്കള പരിപാടിയൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുക. അതിനിടയ്ക്ക് എൻ്റെ പൂച്ചക്കുട്ടികൾ തമ്മിൽ അടിയും ബഹളമാണ് കേട്ടോ. ഭയങ്കര വഴക്കാണ് രണ്ടുപേരുടെ. അതുപോലെ തന്നെ വേട്ടം തന്നെ സ്നേഹമാവും കേട്ടോ. ഇപ്പം ഞാൻ ഈ കാണിക്കുന്നത് എന്താ പറയുക, പ്ലാസ്റ്റിക്കൊക്കെ വാരി വലിച്ചിട്ടേക്കുന്നത്. ഇന്ന് നമുക്ക് പഞ്ചായത്തിൽ നിന്നുള്ള ആൾക്കാർ പ്ലാസ്റ്റിക് എടുക്കാൻ വേണ്ടി വന്നു. അപ്പോൾ ഈ ഒരു പ്ലാസ്റ്റിക് ഞാൻ ഫ്രണ്ടിൽ ഇങ്ങനെ സിറ്റൗട്ടിൻ്റെ അവിടെ ഞാൻ വെള്ളം വീഴാതിരിക്കാൻ വേണ്ടി കെട്ടിയിരുന്നതാണ്. അപ്പോൾ ആ പ്ലാസ്റ്റിക് അതങ്ങ് ഉണങ്ങി എന്താ പറയുക, ഇങ്ങനെ കുറേ വെയിലൊക്കെ കൊണ്ടിട്ട് അതിങ്ങനെ കീറിപ്പോകുന്നൊരു പരുവത്തിലെത്തിയായിരുന്നു. അപ്പോൾ അത് നനവുള്ളതുകൊണ്ട് അവരെടുത്തില്ല. അപ്പോൾ അത് നനവ് മാറാൻ വേണ്ടി വെയിലത്തോട്ടിട്ടതാണ് ഞാൻ. അപ്പോഴത്തേക്കും നമ്മുടെ കപ്പയൊക്കെ റെഡിയായി കേട്ടോ. പുഴുങ്ങാനുള്ളത് റെഡിയായി, വേവിക്കാനുള്ളത് റെഡിയായി. ഇത് വേവിക്കാനുള്ളതാണേ. അതിൽ വെള്ളമെല്ലാം ഊറ്റി കഴിഞ്ഞ് അരപ്പിട്ട് നല്ല കുഴഞ്ഞ് നല്ല അടിപൊളി കപ്പയായിരുന്നു കേട്ടോ. എനിക്ക് ഈ ചോറ് മാത്രം തിന്നുന്നതിനേക്കാളും ഭയങ്കര ഇഷ്ടം കുറച്ച് കപ്പയും കുറച്ച് ചോറും അങ്ങനെ തിന്നുന്നത് കേട്ടോ. കപ്പ പുഴുക്ക് എനിക്കിഷ്ടമാണ്. കാന്താരി ചമ്മന്തിയൊക്കെ ഉണ്ടെങ്കിൽ കപ്പയുടെ പുഴുക്ക് എനിക്കിഷ്ടമാണ്. ഇത് കാന്താരി ചമ്മന്തി ഉണ്ടാക്കിയതാണേ. ഞാനത് കപ്പയൊക്കെ കാര്യമായിട്ട് ഉണ്ടാക്കിയതേ ഉള്ളൂ കേട്ടോ. അമ്മ അങ്ങനെ കാര്യമായിട്ട് പുഴുക്കൊന്നും കഴിച്ചില്ല. അമ്മയ്ക്ക് എന്തോ ഇന്ന് അങ്ങനെ വേണ്ട. ചില ദിവസമാണെങ്കിൽ അതിലൊരു 5-6 കഷ്ണമൊക്കെ അമ്മ കഴിക്കും, ഇതുപോലെ ചമ്മന്തിയൊക്കെ ഉണ്ടെങ്കിൽ. പക്ഷെ ഇന്നെന്തോ അമ്മ അധികം കഴിച്ചില്ല. വേണ്ടായിരിക്കും. ചില ദിവസം ഓരോ ദിവസം ഓരോ രീതിയിലാണ്. ശരിക്കും അത് പുഴുക്കിനേക്കായി നല്ലത് വേവിക്കാനായിരുന്നു കേട്ടോ. എന്നാലും പുഴുക്ക് 2 കഷ്ണം ഞാൻ കൊണ്ട് കൊടുത്തു. ആ 2 കഷ്ണം കഴിച്ചു. അത് കഴിച്ചിട്ട് നല്ല സൂപ്പറാന്നൊക്കെ പറഞ്ഞു. പക്ഷെ അത്ര കാര്യമായിട്ട് അമ്മയ്ക്ക് വേണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഓർത്ത് ഇന്നലെ ഞാൻ നിങ്ങളെ കാണിച്ചല്ല വീഡിയോയിൽ മീനെ വാങ്ങിച്ച് വെച്ചത്, അത് ഞാൻ അന്നേരം ഫ്രീസറിൽ കയറ്റിയത് കേട്ടോ. പിന്നെ ഞാൻ അതിൽ നിന്ന് ഒരു 5-6 എടുത്ത് കഴുകി കറി വയ്ക്കാമെന്ന് വിചാരിച്ച് കപ്പയുടെ കൂടെ കഴിക്കാൻ. അങ്ങനെ അത് വേഗം വെട്ടി കഴുകി. പൂച്ചപ്പിള്ളേർ വന്ന് ചുറ്റിനും നിൽപ്പുണ്ട് കേട്ടോ. അവർക്ക് അതിൻ്റെ തലയും കൂടെ കൊടുക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് തന്നെയാണ് ഞാനിത് കഴുകാനെടുത്തത്. അങ്ങനെ ഒരു 4-5 എണ്ണം വെട്ടി വൃത്തിയാക്കി അതെടുത്ത് കൊണ്ടുവന്ന് ഞാൻ കറി വയ്ക്കും കേട്ടോ. മാളും എൻ്റെ കൂടെ നിൽപ്പുണ്ടേ, വീഡിയോ എടുക്കുകയും ചെയ്യുന്നുണ്ട്. അവൾ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ എന്നോട് പറയുന്നുണ്ട്. പിന്നെ ചെസ് ബോർഡൊക്കെ വേണമെന്ന് പറയുന്നുണ്ട് അവൾക്ക് ചെസ്സ് പഠിക്കണമെന്നും പറഞ്ഞിട്ടിരിക്കുന്നത്.
അപ്പോൾ ഞാൻ അവളെ കൊണ്ട് വീഡിയോ എടുപ്പിക്കുകയാണ്. ചെസ് ബോർഡൊക്കെ വാങ്ങിത്തരാം, വീഡിയോ എടുത്ത് തരാമെങ്കിലും എന്നൊക്കെ പറഞ്ഞ് ഞാൻ അവളെ കൊണ്ട് വീഡിയോ എടുപ്പിക്കുക. അങ്ങനെയൊക്കെ പറയാമെങ്കിൽ ചെയ്തു തരും കേട്ടോ. അല്ലെങ്കിലും പറഞ്ഞാലൊക്കെ ചെയ്തു തരും. ഇനി പഠിക്കാനൊക്കെയുള്ള കുട്ടികളായതുകൊണ്ട് അവരെ എപ്പോഴും നമുക്ക് അതിന് വേണ്ടി ഒന്നും നിർബന്ധിക്കാൻ പറ്റത്തില്ലല്ലോ. അതാണ് എൻ്റെ കൂടെ സെൽഫി എടുക്കാൻ വിളിക്കുക. അതൊന്ന് ചെന്ന് വരാത്തതിൻ്റെ ദേഷ്യം അന്നേരം കാണിക്കുന്നു. അതാണ് ഞാൻ പിന്നെ വേഗം അവളുടെ കൂടെ ഓടി വന്ന് സെൽഫി എടുക്കാൻ വേണ്ടി നിന്നത്. എൻ്റെ മറ്റേ പുളി തീർന്നു കേട്ടോ. നമുക്ക് പിന്നെ മീൻപുളി അതെൻ്റെ തീർന്നു പോയി. അപ്പോൾ പിന്നെ ഞാൻ മറ്റേ വാളംപുളി ഇട്ടിട്ടാണ് മീൻകറി ഉണ്ടാക്കിയത്. പക്ഷേ ടേസ്റ്റൊന്നും വലിയ വ്യത്യാസമൊന്നുമില്ല കേട്ടോ. ചിലവർ പറയും അത് ഭയങ്കര ടേസ്റ്റ് വ്യത്യാസമാണ്. ഈ കോഴിക്കോട് ഭാഗത്തേക്കാണെങ്കിൽ ഈ കുടംപുളി ഇല്ല കേട്ടോ. ഇങ്ങനത്തെ നമ്മുടെ വാളംപുളി ഇട്ടിട്ട് തന്നെയാണ് മീൻകറി വയ്ക്കൽ. അവരൊന്നും കുടംപുളിയൊന്നും ഉപയോഗിക്കുകയില്ല. അങ്ങനെ അവിടെ കുറച്ച് നാൾ നിന്ന സമയത്ത് ഞാൻ ഈ വാളംപുളി ഇട്ട് മീൻകറി വയ്ക്കാമായിരുന്നു കേട്ടോ. അങ്ങനെ വേഗം മീൻകറി സെറ്റായി. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, തോരനും ചമ്മന്തിയൊക്കെ ഞാൻ രാവിലെ അരച്ച് വെച്ചിരുന്നു. അങ്ങനെ കപ്പയും മീൻകറിയും നല്ല പിന്നെ കുമ്പളങ്ങയുടെ തോരനും എല്ലാം കൂടെ കൂട്ടി ഞാൻ ചോറൊരു പിടി അങ്ങ് പിടിച്ചു കേട്ടോ. കുറച്ച് കപ്പയും കുറച്ച് ചോറും എന്നൊക്കെ പറയുമ്പോൾ അതൊരു വേറൊരു വൈബാട്ടാ. കുറച്ച് കപ്പയും കുറച്ച് ചോറും അങ്ങനെ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വെറും ചോറ് കഴിക്കുന്നതിനേക്കാളും വെറും കപ്പ കഴിക്കുന്നതിനേക്കാളും എനിക്കിഷ്ടമാണ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി വേറൊരു വീഡിയോയുമായിട്ട് കാണാം. ഗുഡ് ബൈ.